ശ്രീകണ്ഠപുരം നഗരസഭയിലെ 28ാം വാർഡായ നെടിയങ്ങ കവലയിലാണ് ഞങ്ങൾ ഇന്ന് സ്ഥാനാർത്ഥിയുടെ ശബ്ദം തേടി എത്തിയിട്ടുള്ളത്. ശ്രീകണ്ഠപുരം നഗരസഭയിലെ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഒരു വാർഡാണ് നെടിയങ്ങ കവല വാർഡ്. ഇവിടെ UDFന്റെ സ്ഥാനാർത്ഥി യുവത്വ നിരയിൽ നിന്നുള്ള പ്രമോദാണ്. പ്രമോദ് നമ്മോടൊപ്പം ഇപ്പോൾ ചേരുകയാണ്. കഴിഞ്ഞ വർഷവും UDF തന്നെ ഭരിച്ചിരുന്ന ഒരു വാർഡ് കൂടിയാണ് നെടിയങ്ങ കവല. ഇവിടുത്തെ വികസന കാര്യങ്ങളും മറ്റ് കാര്യങ്ങളും നമുക്ക് ഈ സ്ഥാനാർത്ഥിയോട് തന്നെ ഇപ്പോൾ ചോദിച്ചറിയാം. ഈ പ്രചരണ രംഗത്ത് ഇപ്പോൾ 2 ഘട്ടവും 3 ഘട്ടവും ഒക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. എത്രമാത്രം ആത്മവിശ്വാസത്തിലാണ്? തീർച്ചയായിട്ടും ഈ വാർഡിന്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ വോട്ട് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഇവിടെ മത്സരിച്ച് വിജയിച്ച കൗൺസിലറാണ് ജോസ്ഫിന ടീച്ചർ. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് മത്സരിച്ച കുഞ്ഞിരാം മാഷ്. ഈ 2 കൗൺസിലർമാരെ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തി തന്നെയാണ് ഞാൻ വോട്ടർമാരിൽ വോട്ട് ചോദിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെ തന്നെ 10 വർഷത്തോളമായി ശ്രീകണ്ഠപുരം നഗരസഭ UDFന്റെ കൈമിലാണ്. അപ്പോൾ ആ 2-3 വർഷത്തെ പ്രവർത്തനങ്ങൾ മാത്രം നമുക്ക് മുന്നിലോട്ട് കാണിച്ചാൽ തന്നെ തീർച്ചയായിട്ടും ഈ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന വോട്ടർമാരാണ് ഈ കാണുന്നത്. അപ്പോൾ അതിലൊരു സംശയവും വേണ്ട, ഈ വാർഡ് UDFന് തന്നെ നിലനിർത്താൻ സാധിക്കുമെന്നാണ് ഞങ്ങളെ പൂർണ്ണമായ വിശ്വാസം. അപ്പോൾ ഇങ്ങനെയൊരു കൗൺസിലറായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ വാർഡിലെ ഫസ്റ്റ് പ്രയോറിറ്റി ആദ്യം നടപ്പിലാക്കാൻ പോകുന്ന പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്തായിരിക്കും? തീർച്ചയായിട്ടും ഞാൻ ഈ വാർഡിൽ നിന്ന് വിജയിച്ചു വരികയാണെങ്കിൽ നമുക്കറിയാം, ഈ വാർഡിന്റെ വികസന തുടർച്ചക്കാണ്, വികസനത്തിന് മാത്രമല്ല വികസന തുടർച്ചയ്ക്ക് കൂടിയാണ് ഞാൻ ആ വോട്ട് ചോദിക്കുന്നത്. അപ്പോൾ വികസന തുടർച്ച കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടപ്പിലാക്കിയ ഓരോ പ്രവർത്തനങ്ങളും തുടർന്നു കൊണ്ടുപോവുക. ആ തുടർന്നു കൊണ്ടുപോകുന്ന ഓരോരോ, ഞങ്ങൾക്ക് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് കുറച്ച് കാഴ്ചപ്പാട് ഈ വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങളിലുണ്ട്. സാധാരണക്കാരനായ ഒരുപാട് ആൾക്കാർ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരാണ്. അവരെയൊക്കെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ 10-30 വർഷത്തോളം പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ സാന്നിധ്യമായിട്ടൊരാളാണ്. അപ്പോൾ ഇന്ന് പെട്ടെന്ന് വന്നതല്ല. അപ്പോൾ ആ പ്രവർത്തനം ഈ നാട്ടിലെയും മറ്റു എൻ്റെ വാർഡിലെയും ജനങ്ങൾക്ക് എന്നെ നല്ല വിശ്വാസമുണ്ട്. അതിൻ്റെ വിശ്വാസത്തിൻ്റെ മുകളിൽ എനിക്ക് തീർച്ചയായിട്ടും ഈ വാർഡിലെ വോട്ടർമാർ വോട്ട് ചെയ്യും. അങ്ങനെ വിജയിച്ചു വരികയാണെങ്കിൽ ഞാൻ ഈ വാർഡിൻ്റെ നമുക്കറിയാം, പുതിയ റോഡുകളൊക്കെ ഈ വാർഡുകളിൽ ഇനിയും നമുക്ക് അനുവദിച്ചു തരാനുണ്ട്. കാരണം മുനിസിപ്പാലിറ്റിക്ക് എഴുതി കൊടുത്ത റോഡുകൾ ഇനി തന്നാൽ ഞാൻ ആ വികസന പ്രവർത്തനം മുൻനിർത്തിക്കൊണ്ട് തന്നെ ആ റോഡുകൾ കോൺക്രീറ്റ് ചെയ്യും. ടാറിംഗ് വർക്കുകൾ ചെയ്യും. അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതി, നമുക്കറിയാം ഈ മേഖലകളിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു മേഖലയാണ് കുടിവെള്ള പദ്ധതി. പ്രത്യേകിച്ച് എൻ്റെ വാർഡിൽ, ഞാൻ മത്സരിക്കുന്ന ഈ വാർഡിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ഹെൽത്ത് സെൻ്റർ കുടിവെള്ള പദ്ധതി. കഴിഞ്ഞ കാലഘട്ടത്തിൽ ആ കുടിവെള്ള പദ്ധതിൻ്റെ പ്രശ്നങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചൂണ്ടിക്കാണുന്നത്. കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ 12 വർഷം മുന്നേ നെടിയങ്ങ ഹെൽത്ത് സെൻ്റർ കുടിവെള്ള പദ്ധതി ഈ 12 വർഷമായിട്ടും ഇതിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾക്ക് ഈ വർക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. അതന്നെ മുൻനിർത്തിക്കൊണ്ട് വോട്ടർമാരെ സമീപിച്ച തീർച്ചയായിട്ടും ഈ വാർഡിലെ വോട്ടർമാർ എനിക്ക് വോട്ട് ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി സംവിധാനത്തിലൂടെയാണ് ഈ വാർഡിൽ ആ ഒരു സംവിധാനം ഉണ്ടാക്കിയത്, കുടിവെള്ള പദ്ധതിൻ്റെ കമ്മിറ്റിയും കാര്യങ്ങളെല്ലാം ഉള്ളത്. പക്ഷെ ആ 12 വർഷമായിട്ടും ആ പദ്ധതി ഇതുവരെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. അതന്നെയാണ് ഈ ഇലക്ഷനിൽ കൂടുതലും ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ ഈ വാർഡിൽ ഞാൻ വിജയിച്ചു വരികയാണെങ്കിൽ ഈ വാർഡിലെ കുടിവെള്ള പദ്ധതികളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കും. അതുപോലെ തന്നെ റോഡുകൾ, അതുപോലെ തന്നെ തോടുകൾ, പാലങ്ങൾ, അങ്ങനെ ഈ വാർഡിലുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചുകൊണ്ട് ഈ വാർഡിൻ്റെ ഒരു നല്ല വികസനത്തിന് ഞാൻ എല്ലാവരെയും, ഈ വോട്ടർമാരെയും ഈ കുടുംബങ്ങളെ എല്ലാവരെയും മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ ഒരു കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എന്ന നിലയിലാണ് എൻ്റെ പ്രവർത്തനങ്ങൾ. എൻ്റെ പൊതുപ്രവർത്തന രംഗത്തും ഞാൻ രാഷ്ട്രീയത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാതെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു സമീപനമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. ഇനി തുടർന്നും ഞാൻ കൗൺസിലറായിട്ട് വരികയാണെങ്കിലും എൻ്റെ പൊതുജീവിതത്തിൽ, എൻ്റെ പൊതുപ്രവർത്തനത്തിൽ ഞാൻ കൂടുതലും കൊടുക്കുന്നത് പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. നെടിയങ്ങയിലെ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിലെല്ലാം നിങ്ങൾ ഒന്നിച്ച് ഇടപഴകിയിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് LDFന്റെ യുവനിരയിൽ നിന്ന് വന്നിട്ടുള്ള വിനീത്. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ചുള്ള എന്താണ് ഒരു അഭിപ്രായം എന്താണ്? അല്ല, വിനീതിനെ പറ്റി കൂടുതൽ അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. നല്ല യുവ സ്ഥാനാർത്ഥിയാണ് വിനീത്. DYFIന്റെ പ്രവർത്തകനാണ്. അപ്പോൾ യുവാക്കൾ തമ്മിലുള്ള മത്സരമല്ലേ, അപ്പോൾ തീർച്ചയായിട്ടും ഒരാളല്ലേ മത്സരത്തിൽ രംഗത്ത് വിജയിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വിജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നെടിയങ്ങ കവലയുടെ വാർഡിൽ വികസന പ്രവർത്തനങ്ങളുടെ കാഴ്ചപ്പാടാണ് ഈ UDF സ്ഥാനാർത്ഥി നിങ്ങളോട് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നെടിയങ്ങയിലെ കുടിവെള്ള പ്രശ്നം ഫസ്റ്റ് പ്രയോറിറ്റിയായി പരിഗണിക്കും എന്നാണ് ഈ സ്ഥാനാർത്ഥിയും പറയുന്നത്. ഇനി ശ്രീകണ്ഠപുരം നഗരസഭയിലേക്കുള്ള ഈ ശക്തമായ മത്സരത്തിൽ
ശ്രീകണ്ഠപുരം നഗരസഭയിൽ ഒരു യുവനിരയിൽ നിന്നുള്ള കൗൺസിലറായിട്ട് വിജയിച്ചു വരട്ടെ പ്രമോദ് എന്ന് എല്ലാവിധ ആത്മാർത്ഥമായി ആശംസിക്കാം. നഗരസഭയിലെ 28ാം വാർഡായ നെടിയങ്ങക്കവലയിൽ അതിശക്തമായ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. LDF ഭാഗത്തു നിന്നും മത്സരിക്കുന്നത് LDFന്റെ വിനീത് കുമാർ സി ആണ്. വിനീത് കുമാർ സി നമ്മോടൊപ്പം ഇപ്പോൾ ചേരുകയാണ്. കഴിഞ്ഞ തവണ LDF അടിയറവ് പറയേണ്ടി വന്ന ഒരു വാർഡ് കൂടിയാണ് ഇത്. UDF പ്രതിനിധിയാണ് ഇവിടെ മത്സരിച്ചു വന്നത്. പക്ഷേ പരമ്പരാഗതമായിട്ട് LDFന്റെ ഒരു വാർഡ് കൂടിയായിരുന്നു ഈ നെടിയങ്ങക്കവല വാർഡ്. ഇത്തവണ അതിശക്തമായ മത്സരം നടക്കുന്ന ഒരു വാർഡ് കൂടിയാണ്. വളരെ യുവത്വ നിരയിലുള്ള ആളുകളാണ് ഈ വാർഡിൽ മത്സരിക്കുന്നത് എന്ന് തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു മത്സര മുഹൂർത്തമാണ് ഈ വാർഡിലുള്ളത്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ നമുക്ക് സ്ഥാനാർത്ഥിയായ വിനീതിനോട് തന്നെ ചോദിച്ചറിയാം. അപ്പോൾ ഇത്തവണത്തെ മത്സരത്തിൽ നിങ്ങൾ 2ാം ഘട്ട പ്രചരണം പൂർത്തിയാക്കി. എത്രമാത്രം ആത്മവിശ്വാസത്തിലാണ്? 100% ആത്മവിശ്വാസമുണ്ട്. കാരണം ഈ വാർഡിൽ എല്ലാ വീടുകളും കയറി കഴിയുമ്പോൾ 2ാം ഘട്ടവും എല്ലാ വീടുകളും കയറി കഴിയുന്ന സമയത്ത് മുഴുവൻ ആളുകളും നല്ല പ്രതീക്ഷയാണ് നമുക്ക് നൽകുന്നത്. എല്ലാ ആളുകളും എന്തായാലും ഇത്തവണ ഇടതുപക്ഷത്തെ തന്നെ വീണ്ടും അധികാരത്തിലേക്ക് കൊണ്ടുവരും. ഈ ശ്രീകണ്ഠപുരം നഗരസഭ ഇടതുപക്ഷം തീർച്ചയായും അധികാരത്തിൽ വരും. കൂട്ടത്തിൽ തന്നെ നെടിയങ്ങയിലെ 3 വാർഡുകളും ഇടതുപക്ഷത്തിൻ്റെ കൂടെ തന്നെ നിൽക്കുമെന്നാണ് ഇപ്പോൾ സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ ഞങ്ങൾ കയറുന്ന സമയത്ത് എല്ലാ ആൾക്കാരും നല്ല പ്രതികരണമാണ്. എല്ലാവരും തീർച്ചയായും ഞങ്ങൾ ജയിക്കണമെന്നുള്ള ഒരു സന്തോഷത്തിലാണ്. ആ ഒരു അഭിപ്രായമാണ് എല്ലാ ആളുകളുടെയും ഇടയിലുള്ളത്. ഈ വാർഡിൽ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാനുണ്ട്. ആ കാര്യങ്ങളെല്ലാം ചെയ്യാൻ എല്ലാ ആൾക്കാരും നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്, അഭിപ്രായങ്ങളുണ്ട്. അതെല്ലാം കേട്ടുകൊണ്ട് അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും 100% ഈ വാർഡിൽ ഞങ്ങൾ വിജയിക്കും. കഴിഞ്ഞ തവണ നഗരസഭാ ഭരണസമിതിയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം കൗൺസിലറായിട്ടുള്ള ഒരു വാർഡ് കൂടിയാണ്. എത്രമാത്രം വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിൽ ശരിക്കും നടന്നിട്ടുണ്ട്? ഈ വാർഡിൽ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയാൻ കാര്യമായി ഒന്നും നടന്നില്ല എന്നുള്ളതാണ്. ഒരു നഗരസഭയ്ക്ക് ഉണ്ടാവേണ്ട യാതൊരു വികസനവും ഈ ശ്രീകണ്ഠപുരം നഗരസഭയിൽ ഒരു സ്ഥലത്തുണ്ടായില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഇപ്പോൾ ഈ നെടിയങ്ങയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അത് കുടിവെള്ളമാണ്. നമ്മളിപ്പോൾ എടുത്തു നോക്കിയാൽ ഈ ശ്രീകണ്ഠപുരം നഗരസഭയ്ക്ക് ചുറ്റുമുള്ള എല്ലാ പഞ്ചായത്തുകളും നമ്മൾ എടുത്തു നോക്കിയാൽ മതി. ഇപ്പോൾ ചെങ്ങളായി പഞ്ചായത്തായാലും മലപ്പട്ടം പഞ്ചായത്തായാലും പയ്യാവൂർ പഞ്ചായത്തായാലും ഇപ്പോൾ ഏരിയശി പഞ്ചായത്ത് UDF ആണല്ലോ ഭരിക്കുന്നത്. ഇപ്പോൾ തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റി UDF ഭരിക്കുന്നതാണ്. ഇവിടെയെല്ലാം കുടിവെള്ള പ്രശ്നം പൂർണ്ണമായും പരിഹരിച്ചു എന്നുള്ളതാണ്. ജപ്പാൻ കുടിവെള്ള പദ്ധതി എല്ലാ പ്രദേശത്തും എത്തി. ഇപ്പോൾ നെടിയങ്ങയിലെ ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളുടെ വാർഡിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ ഗതികേടെന്ന് പറയുന്നത് ഇപ്പോൾ വേനൽക്കാലമായ നിങ്ങളൊന്ന് വന്നു നോക്കണം. ഈ വഴി നിങ്ങൾ മുന്നേ വന്നിട്ടുണ്ടാവും. റോഡിൻ്റെ ഇരു സൈഡിലുമായി കുറേ കലങ്ങൾ, പാത്രങ്ങൾ, ബക്കറ്റുകൾ, കന്നാസുകൾ, ഡ്രമ്മുകളെല്ലാം വെച്ച് ആൾക്കാർ കാത്തു നിൽക്കുന്ന അവസ്ഥയാണ്. അതായത് കുടിവെള്ളത്തിന് വേണ്ടി കാത്തു നിൽക്കുക. മുനിസിപ്പാലിറ്റിയുടെ വണ്ടി വന്ന് വെള്ളം അടിച്ചു കൊടുക്കുക. അതും ആ വരുന്ന ഡ്രൈവർ അയാളുടെ ഇഷ്ടം പോലെ അടിച്ചു കൊടുക്കും. ചിലപ്പോൾ പറയും ഇപ്പോൾ വരാമെന്നെല്ലാം പറഞ്ഞ് പോവും. പിന്നെ തിരിച്ചു വരുന്ന അവസ്ഥയുണ്ടാവില്ല. ആൾക്കാർ കാലി പാത്രം കൊണ്ട് പോകുന്ന അവസ്ഥ ഈ നാട്ടിൽ ഏറ്റവും ദയനീയമായ കാഴ്ചയായിട്ടുണ്ടായതാണ്. ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ ഞങ്ങളുടെ ആദ്യത്തെ വാഗ്ദാനം ഞങ്ങൾ ഏറ്റവും ആദ്യം നടപ്പിലാക്കാൻ പോകുന്ന കാര്യം ഈ കുടിവെള്ള പ്രശ്നം ഞങ്ങൾ പരിഹരിക്കും. ഇവിടെ അമൃത് പദ്ധതി നടപ്പിലാക്കി ഇവിടുത്തെ എല്ലാ വീടുകളിലേക്കും ശുദ്ധമായ കുടിവെള്ളം എത്തിക്കും എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ ആദ്യത്തെ തീരുമാനം. ഞങ്ങൾ 100% പറയുന്നു, ഞങ്ങൾ ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കും. ഈ നാട്ടിലെ ജനങ്ങളുടെ ഈ ഗതികേട്, ഈ ദുരവസ്ഥ, ഈ ദയനീയത ഞങ്ങൾ മാറ്റിയെടുക്കുന്ന പറയാനുള്ളത്. നെടിയങ്ങക്കവല വാർഡിൽ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന കുടിവെള്ളം. തീർച്ചയായും കുടിവെള്ളത്തിന് ഫസ്റ്റ് പ്രയോറിറ്റി കുടിവെള്ളമാണ്. അത് വലിയ പ്രയാസമാണ്. നമ്മൾ പറയുന്ന പോലെയല്ല. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഈ വർഷമാണ് ഞങ്ങൾ കിണർ ഒഴിച്ചത്. ഞങ്ങൾ ഇവിടെയുള്ള ചെറിയൊരു കുടിവെള്ള പദ്ധതിയുടെ വെള്ളമാണ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. ഞങ്ങൾ ഈ കിണർ ഒഴിച്ച ശേഷവും ഇപ്പോൾ എൻ്റെ വീട്ടിൽ 4-5 കുടുംബങ്ങൾ ഇപ്പോൾ വെള്ളം എടുക്കുന്നുണ്ട്. വന്ന് വെള്ളം എടുക്കുക. പല ആൾക്കാർ നിങ്ങൾ വൈകുന്നേരം പോയി നോക്കുക, മറ്റു വീടുകളിലേക്ക് കുളിക്കാനും മറ്റാവശ്യങ്ങൾക്ക് പോകുന്നവർ. കാരണം വെള്ളമില്ല. കുളിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഉള്ള കുടിക്കാൻ പോലും വെള്ളമില്ലാത്ത അവസ്ഥ ഈ നാട്ടിൽ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ്. ഏറ്റവും ആദ്യത്തെ പ്രയോറിറ്റി അതാണ്. 100% ഉറപ്പ് ഞങ്ങൾ കൊടുക്കുന്നത്. ഏറ്റവും ആദ്യം ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം ഞങ്ങൾ പരിഹരിക്കും. അപ്പോൾ ഇവിടെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന UDFന്റെ യുവനിരയിൽ നിന്നുള്ള പ്രമോദാണ്. അപ്പോൾ ഈ സ്ഥാനാർത്ഥിയെ കുറിച്ച് എന്താണ് വീക്ഷണം? ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ്. ഞാനും പ്രമോദനും അടുത്ത സുഹൃത്തുക്കളാണ്. പണ്ടേ ഞങ്ങൾ ഒരുമിച്ച് കാണുകയും സംസാരിക്കുകയും ഒരുമിച്ച് നടക്കുകയും ചെയ്യുന്ന ആൾക്കാർ അടുത്ത സുഹൃത്തുക്കളാണ്. ഒരു സൗഹൃദപരമായ മത്സരമാണ്. പക്ഷേ ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്. ഇതിൽ ഞങ്ങൾ പറയുന്നത് രാഷ്ട്രീയമാണ്. ഈ വാർഡിൽ ജനങ്ങൾക്ക് വികസനം വേണം. ഇവിടെ വികസനമില്ല എന്നുള്ളതാണ്. നമ്മൾ എടുത്തു നോക്കിയാൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ കേരളത്തിൽ 4,80,000 ലൈഫിൻ്റെ വീടുകൾ കേരള സർക്കാർ വെച്ചു കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷം നമ്മൾ എടുത്തു നോക്കണം. ഈ നെടിയങ്ങയിലെ 2 വാർഡുകളിൽ രണ്ട് വാർഡുകളിലെ മുനിസിപ്പാലിറ്റിയിൽ ഒരു വാർഡിൽ പോലും ഒരു വീട് പോലും ലൈഫിൻ്റെ വീട് വെച്ചു കൊടുത്തില്ല എന്നുള്ളതാണ്.
ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വീട് കയറുന്ന സമയത്ത് പല ആൾക്കാരും പറയുന്ന കാര്യമാണ്, ഞങ്ങൾക്ക് വീടില്ല, വീട് സർക്കാരിൻ്റെ വീട് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ, ഇവിടെ മുനിസിപ്പാലിറ്റി കൊണ്ട് വീട് കിട്ടുന്നില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് കേരളത്തിൽ ഒരു മുനിസിപ്പാലിറ്റിയിൽ ലൈഫിൻ്റെ വീട് കിട്ടാറില്ല. ആ സമയത്താണ് ഈ ശ്രീകണ്ഠപുരം നഗരസഭയിൽ ഒരു വീട് പോലും വെച്ച് കൊടുക്കാൻ തയ്യാറായില്ല. അത് ചെയ്യേണ്ട ആൾക്കാർ ഇവിടുത്തെ നഗരസഭയാണ്, ഇവിടുത്തെ കൗൺസിലർമാരാണ്. അവർ ഇത്തരത്തിലുള്ള യാതൊരു കാര്യവും നടപ്പിലാക്കിയില്ല എന്നുള്ളതാണ്. അവർ ചെയ്യുന്നത് എന്താ, അവർ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു റോഡ് ടാർ ചെയ്താൽ അവിടെ പോയി ഭയങ്കര വികസനമെന്ന് പറഞ്ഞ് കൊട്ടിഘോഷിക്കുന്നു. ഒരു കോൺക്രീറ്റ് ചെയ്താൽ അത് വലിയ വികസനമായി കാണിക്കുന്നു. ഏതെങ്കിലും ഒരു മെയിൻ്റെനൻസ് വർക്ക് ഒരു ബിൽഡിങ്ങിന് പാസ്സായാൽ അത് വലിയ വികസനമായി കാണിക്കുന്നു. നേരെ മറിച്ച് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ തയ്യാറാവുന്നില്ല. ഇപ്പോൾ നമുക്ക് നമ്മളെ തൊട്ടടുത്താണ് ഇവിടെ നെടിയാങ്ങ സ്കൂളിൻ്റെ ഗ്രൗണ്ട്. ആ ഗ്രൗണ്ടിൻ്റെ നവീകരണത്തിന് 6 ലക്ഷം രൂപ പാസ്സായി. പക്ഷേ അത് ഇവിടെയുള്ള ഇവിടെ ശ്രീകണ്ഠപുരം നടുവിൽ റോഡിൻ്റെ വർക്ക് എടുക്കുന്ന കോൺട്രാക്ടർമാരെ കൊണ്ട് അവിടെ നിന്ന് മണ്ണും കല്ലും എല്ലാം ശേഖരിച്ച് അവരെ കൊണ്ട് ആ ഗ്രൗണ്ടിന് പണിയെടുപ്പിക്കുക. എന്നിട്ടോ അതിപ്പോൾ പൂർണ്ണമായി കൊളായ അവസ്ഥയാണ്. ഒരു മഴ പെയ്താൽ ഈ നാട്ടിലെ കുട്ടികൾക്ക് അവിടെ നിന്ന് കളിക്കാൻ പറ്റുന്നില്ല. ഇവിടെയുള്ള കുട്ടികളെന്ന് പറയുന്നത് ഇത്രയും നല്ലൊരു ഗ്രൗണ്ട് നാട്ടിലുണ്ടായി മറ്റ് സ്ഥലങ്ങളിൽ പരിശോധിച്ച് നോക്കാൻ മനസ്സിലാവും, കുട്ടികളോട് ചോദിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ പോയി ക്രിക്കറ്റും ഫുട്ബോളും കളിക്കേണ്ട അവസ്ഥയാണ്. ഇവിടെയുള്ള ഗ്രൗണ്ടിൽ നിന്ന് കളിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അത് ഞങ്ങൾ ഒരു അഴിമതി ആരോപണം തന്നെ ഇവിടെ ഉന്നയിച്ചിട്ടുണ്ട്. അതൊന്നും അതിന് മറുപടി പറയാനോ അത് പരിഹരിക്കാനോ ഇവർ തയ്യാറാവുന്നില്ല. ഇപ്പോൾ ചെയ്തിട്ട് ഏറ്റവും അവസാനം ഈ ഗ്രൗണ്ടിൻ്റെ പ്രവർത്തനമെല്ലാം പൂർത്തിയായി ബില്ലും പാസ്സായ ശേഷം ഇവിടെയുള്ള UDFൻ്റെ നേതാക്കന്മാരും പഴയ കൗൺസിലർമാരും മറ്റ് ചില ആളുകളൊക്കെ ഇടപെട്ടുകൊണ്ട് എല്ലാം പാസ്സായ ശേഷവും ആ ഗ്രൗണ്ടിൽ വീണ്ടും പണിയെടുത്തു. ഒരു ദിവസം വന്ന് റോളർ വന്ന് ഉരുട്ടുന്ന നിലയുണ്ടായി. നമുക്ക് ഇതിലൊരു അഴിമതി ഇല്ലെങ്കിൽ രണ്ടാമത് വരേണ്ട ആവശ്യമുണ്ടോ? ഇതിൽ 100% ഉറപ്പാണ് വലിയ അഴിമതി ഇവിടെ നടന്നിട്ടുണ്ട്. മറ്റ് പല അഴിമതികളും നടന്നിട്ടുണ്ട്. അതുവഴിയേ പുറത്തു വരും. തീർച്ചയായും ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടെ പരിഹരിക്കപ്പെടേണ്ട. അതിനുള്ള ഇവർ ജനങ്ങളോട് മറുപടി പറയണം. അതൊന്നും മറുപടി പറയാൻ ഇവർ തയ്യാറാവുന്നില്ല. ഇവർ ചില ജാലവിദ്യകൾ കാണിച്ച് ഞങ്ങൾ വലിയ വികസന നായകന്മാരാണെന്ന് പറഞ്ഞു പോകുന്നതല്ലാതെ ഒരു വികസനവും ഈ നാട്ടിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ രാഷ്ട്രീയവും വികസനവും ഒരുപോലെ ചർച്ചയാകുന്ന ഈ വാർഡിൽ കഴിഞ്ഞ കാലത്തെ കോട്ടങ്ങളെക്കുറിച്ചാണ് ഈ സ്ഥാനാർത്ഥി ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നഗരസഭയിലെ യുവത്വനിരയിൽ നിന്ന് കരുത്തായിക്കൊണ്ട് വിനീത് കുമാർ ഈ നഗരസഭയുടെ ഒരു കൗൺസിലറായി എത്തട്ടെ എന്ന എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു.